ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റം പഠിക്കാൻ പോവാണ്. ഇനി അടുത്ത ഭാഗമാണ് ഡെസിമൽ, ഈ നമ്പേഴ്സിനെ ഡെസിമൽ ഫോമിലാക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പ്ലേസ് വാല്യൂ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യുകയാണ്, ആ എക്സ്പാൻഡ് ചെയ്തതിനെ ഒന്ന് എക്സ്പോണൻഷ്യൽ ഫോമിലൂടെ ആക്കാൻ പോവാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ തുടക്കത്തിൽ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ആരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ പറയാം. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് 4 ഇൻറ്റു അല്ലേ, എളുപ്പ വഴി ഇതാണ്. നമ്മൾ വേറെ കൂടുതലൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. എത്രാമത്തെ പ്ലേസ് ആണെന്നും ആലോചിക്കേണ്ട. 4 ഇൻറ്റു ആദ്യത്തെ സംഖ്യ എഴുതി 4 ഇൻറ്റു ബാക്കി ഇനി എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4. എന്നാൽ എന്ത് ചെയ്യണം? 4 0 ഉള്ള സംഖ്യ എഴുതി. മനസ്സിലായോ? പ്ലസ് ഇനി 7 ഇൻറ്റു 7 കഴിഞ്ഞപ്പോൾ ഇനി എത്ര പ്ലേസ് ഉണ്ട്? 3 പ്ലേസ്. അപ്പോൾ നമ്മൾ എത്ര 0 എഴുതണം? 3 0 പ്ലസ് ഇനി അടുത്ത 5 കഴിഞ്ഞ് 5 എഴുതുമ്പോൾ 5 കഴിഞ്ഞ് എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ 2 0 ഉള്ള സംഖ്യ. ഇനി അടുത്ത 6 കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 1 0 ഇൻറ്റു 1. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലാക്കാൻ പോവാം. ഏത് ഭാഗം മാത്രം? ഈ 10,000 അത് മാത്രം ഒന്ന് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുവാണേ. അപ്പോൾ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു, അപ്പോൾ ഇതെങ്ങനെ എത്ര എഴുതാം? എക്സ്പോണൻഷ്യൽ ഫോമിൽ 10 എത്രയുണ്ട്? എത്ര 0 ഉണ്ട്? 1 2 3 4. അപ്പോൾ നമ്മൾ എന്നെ എഴുതും 10⁴. നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിലായില്ലേ? ഇതിനെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിലാക്കാൻ പറ്റുമോ? പറ്റും. അത് വേണ്ട, 4നെ പറ്റും കേട്ടോ. 2⁴ എന്ന് എഴുതാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏത് ഭാഗം മാത്രമേ ആക്കുന്നുള്ളൂ? നമ്മുടെ ഈ സീറോസ് ഉള്ള 1000 10,000 100 മാത്രം. പ്ലസ് 7 ഇൻറ്റു എത്ര 0 ഉണ്ട്? 3 0. അപ്പോൾ നമ്മൾ എന്നാ എഴുതും? 10⁻3 പ്ലസ് 5 ഇൻറ്റു 100 എത്ര 0 ആണ്? 2 0. അപ്പോൾ നമ്മൾ എന്നാ എഴുതും? 10⁻2 എന്ന് ഇൻറ്റു അടുത്ത 6 ഇൻറ്റു എന്നാ എഴുതും? എത്ര 0 ഉണ്ട്? ഒറ്റ 0 ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 10⁻1 എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇൻറ്റു 1. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എന്നെ എഴുതാൻ പോവാം. അവിടെ കൂടെ ഒരു 10 കൊടുക്കാൻ പോവാ. 10⁻0 എന്ന്. പക്ഷേ അതെങ്ങനെ 10⁻0? 10⁻0 കൊടുത്തേക്ക് 0 ആകുമോ? ഇല്ല. നമ്മൾ പഠിച്ചു 10⁻0 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 1 ആണ്. പഠിച്ചില്ല? 0 = 1 എന്ന് നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പോൾ 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വലിയ വ്യത്യാസം. ഇത്രയും ഭാഗം കണ്ടോ? 1 ഇൻറ്റു 1 ആണ്. ഇത് 10⁻0 ആണ്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 1. അപ്പോൾ ഈ 1ന് വില വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കവിടെ 10⁻0 എന്നൊന്ന് എഴുതാം. എളുപ്പമല്ലേ മക്കളെ? സിമ്പിളായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇതിനകത്ത് ഈ മാർക്ക് നിങ്ങൾ ഒട്ടും കളയാൻ നിങ്ങൾ മേടിച്ചോണം. അടുത്ത് ചെയ്യാം. രണ്ടാമത്തെ 4 2 7 8. ഓക്കെ, സ്പീഡ് നമുക്ക് എഴുതാം. ആദ്യം 1 ഇൻറ്റു എത്ര 0 ഉണ്ട്? എത്ര സ്ഥാനം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ എത്ര 0 ഉള്ള എഴുതണം? 5 0 അല്ലേ? അടുത്ത പ്ലസ്, അയ്യോ ഞാനിവിടെ ഇൻറ്റു ഇട്ടോ അല്ലേ? സോറി. പ്ലസ് അല്ല ഇവിടെയല്ല. ആകെ തെറ്റിപ്പോയല്ലോ. ഇവിടെയായിരുന്നു. ഒക്കെ തെറ്റിച്ച് വെച്ചിരിക്കുന്നു ഞാൻ. പ്ലസ് ഇപ്പം ശരിയായില്ലേ? ഇനി അടുത്ത തന്നെ വന്നിരിക്കുന്ന ഡിജിറ്റ് 0. അപ്പം അതും എഴുതണം കേട്ടോ. 0 ഇൻറ്റു 0 കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 2 3 4. ഇപ്പം എത്ര 0 ഉള്ള സംഖ്യ എഴുതണം? 4 0 ഉള്ള സംഖ്യ. പ്ലസ് അടുത്ത തന്നെയാണ് 4 കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. അപ്പം നമുക്ക് 3 0 3 0 ഉള്ള സംഖ്യ. പ്ലസ് അടുത്ത എത്രയാണ്? താഴെ എഴുതുവാണേ 2. അപ്പോൾ 2 കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. അപ്പോൾ എത്ര 0? 2 0. അടുത്ത 7 ഇൻറ്റു 7 കഴിഞ്ഞ് എത്ര ഡിജിറ്റ്? 1. അപ്പം നമ്മൾ 1 0 ഉള്ള അല്ലേ? ഞാൻ 10 പ്ലസ് അടുത്ത എന്നാ ഉണ്ട്? 8. ഇങ്ങനെ എഴുതിയല്ലോ. ഇനി ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ പോവാണ്. 1 ഇൻറ്റു ഇതെത്ര 0 ആണ്? 5 0. അപ്പം നമ്മൾ എന്നെ എഴുതും 10⁻5. എഴുതുന്നത് മനസ്സിലായില്ല? എത്ര 0 ഉണ്ടോ അത്രയും എക്സ്പോണൻ്റ് ആയിട്ട് വല്ല പവറായിട്ട് എഴുതുക.
ഇനി 0 ഇൻറ്റു ഇത് വേണേൽ എഴുതാം. 0 ഇൻറ്റു എത്രയാണ്? 4 സീറോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നെ എഴുതും 10⁴ പ്ലസ് 4 ഇൻറ്റു ഇതെന്നെ എഴുതും 10⁻3 പ്ലസ് ഇതെന്നെ എഴുതും 2 ഇൻറ്റു 2 സീറോ. അപ്പോൾ എന്നെ എഴുതും 10⁻2 പ്ലസ് 7 ഇൻറ്റു എത്ര സീറോ? 1 സീറോ. അപ്പോൾ വേണേൽ 10⁻1 എന്ന് എഴുതിക്കോ. പ്ലസ് 8 ഇൻറ്റു മുമ്പ് എഴുതിയ പോലെ എന്നെ എഴുതി വെക്കും. 8 എന്ന് മാത്രം എഴുതിയാലും മതി. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്പോണൻ്റ് കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. എന്നെ എഴുതാം നമ്മൾ 10⁻0. 10⁻0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി എഴുതാവേ. 1 ഇൻറ്റു 10⁵. ഇവിടെ നോക്കിയാൽ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആ ടേം അങ്ങ് 0 ആയി പോകത്തില്ലേ? അപ്പോൾ നമുക്കത് എഴുതണോ? വേണേ അവോയ്ഡ് ചെയ്യാം. ഇത്ര ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? ഈ 0 കൂട്ടി എഴുതിയാൽ ഇത്ര എഴുതി വെച്ചാലും മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യുമ്പോൾ ഈ ടേം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കി മതി. 4 ഇൻറ്റു 10⁻3 പിന്നെ പ്ലസ് 2 ഇൻറ്റു 10⁻2 പ്ലസ് 7 ഇൻറ്റു 10⁻1 പ്ലസ് 8 ഇൻറ്റു 10⁻0. ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്തിയാലും പ്രശ്നമൊന്നും ഇല്ല. മനസ്സിലായില്ലേ മക്കളെ? ഇത് നമുക്കൊരു 1-2 എക്സസൈസ് കൂടെ ഒരു ഒരെണ്ണം കൂടെ ഞാൻ നമുക്ക് നോക്കാം അല്ലേ? എന്നിട്ട് പോരെ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഇതിൻ്റെ എക്സസൈസ് തന്നിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾസ് വേറെ ചെയ്ത് നോക്കാവേ. 17648 17648 ഇതിൻ്റെ ഒന്ന് എക്സ്പാൻഡ്. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? എക്സ്പാൻഡ്. ചിലപ്പം ഇതിൻ്റെ നമ്മുടെ എക്സസൈസിലുണ്ട് എക്സ്പോണൻഷ്യൽ ഫോം തന്നിട്ട് ഇത് സംഖ്യയാക്കി തിരിച്ച് ഈ സംഖ്യയാക്കി എഴുതാനും ചോദിക്കും. അത് ഞാൻ വേണേൽ ഇപ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് നോക്കിയേ, എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ പോവാം. സോറി, എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാണേ. ആദ്യം തന്നെ എഴുതും 1 ഇൻറ്റു 1 കഴിഞ്ഞ് എത്ര പ്ലേസ്? 1 2 3 4 5. അപ്പോൾ നമ്മൾ എത്രയാണ്? 5 സീറോ കണ്ടോ? പ്ലസ് അടുത്ത പ്ലേസ് 7 ഇൻറ്റു. അപ്പോൾ നമുക്കറിയാം അടുത്ത് കുറഞ്ഞ് വരും. അതൊന്ന് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ 5 സീറോ ആണെങ്കിൽ അടുത്ത എത്ര സീറോ വരുള്ളൂ? 4 സീറോ. പ്ലസ് അടുത്ത പ്ലേസ് 6 ഇൻറ്റു അടുത്ത എത്ര സീറോ വരും മക്കളെ? 3 സീറോ. പ്ലസ് അടുത്ത 4 ഇൻറ്റു അപ്പോൾ എത്ര സീറോ വരും? ഓരോ സീറോസ് കുറച്ച് അടുത്ത പ്ലേസ് നമുക്ക് എഴുതാം കേട്ടോ. പ്ലസ് 2 ഇൻറ്റു 1 സീറോ പ്ലസ് 8 ഈസ് ഈക്വൽ ടു എന്നെ എഴുതും. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിക്കേ. 5 സീറോയാ. അപ്പം എന്നെ എഴുതും 10⁵5 എന്ന് എഴുതും. പ്ലസ് 7 ഇൻറ്റു എത്ര സീറോ? 4 സീറോ. അപ്പം 10⁻4 എന്ന് എഴുതും. ഇവിടെ 6 ഇൻറ്റു 3 സീറോ. അപ്പം 10⁻3 എന്ന് എഴുതും. ഇവിടെ 4 ഇൻറ്റു 2 സീറോ. അപ്പം 10⁻2 എന്ന് എഴുതും. പ്ലസ് 2 ഇൻറ്റു 1 സീറോ 10⁻1 എന്ന് എഴുതും. പ്ലസ് 8 ഇൻറ്റു അവിടെ 10⁻0. 10 പവർ 0 ആണ്. 10⁻0 0. ഇതായിരിക്കും ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡഡ് ഫോം വെറും എക്സ്പാൻഡഡ് ഫോം അല്ല, എക്സ്പോണൻഷ്യൽ ഉള്ള എക്സ്പാൻഡഡ് ഫോം. ഇനി അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇത് തന്നിട്ട് ഏത് ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോം തരും. എന്നിട്ട് ഈ നമ്പർ കണ്ടുപിടിക്കാൻ പറയും. സിമ്പിളാണ്. എങ്ങനെയാണെന്നറിയാമോ? ആദ്യത്തെ നോക്കുക. 1 ഇൻറ്റു 10⁵5 അല്ലേ? അപ്പം നിങ്ങൾ എഴുതണം. നമ്മൾ എഴുതി ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളോട്ട് എഴുതാവേ. ആദ്യത്തെ ഏതാണ്? 1 ഇൻറ്റു 10⁵5. അപ്പം 1 എഴുതിയിട്ട് എത്ര സീറോ കൊടുക്കണം? 5 സീറോ. അത് കഴിഞ്ഞ് പ്ലസ് ചെയ്യാനാണ്. ഓക്കെ. അടുത്ത 7 കഴിഞ്ഞിട്ട് 7 എഴുതിയിട്ട് എത്ര സീറോ കൊടുക്കണം? 4 സീറോ. ഞാൻ ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം, അല്ലെങ്കിൽ പ്ലേസ് തെറ്റിപ്പോകത്തില്ലേ? 1 2 3 4 4 സീറോ കഴിഞ്ഞ് 7 എഴുതുക. മനസ്സിലായല്ലോ കേട്ടോ? അടുത്ത എത്രയാണ്? 6ഉം 3 സീറോയും. ഇവിടെ നിന്ന് എഴുതി തുടങ്ങാൻ 1 2 3 സീറോ 6. ഇവിടെ എത്ര സീറോ? 2 സീറോ. അത് കഴിഞ്ഞ് എത്ര എഴുതണം? 4. ഇവിടെ 1 സീറോ 2. ഇവിടെ സീറോ ഒന്നുമില്ല, 8 മാത്രമേ ഉള്ളൂ. അതിലോട്ട് അങ്ങ് എഴുതുക. ഇനി ഒന്ന് ആഡ് ചെയ്തേ. 8 0 0 0 2 4 6 7
1. നമ്മുടെ സംഖ്യ കിട്ടി. മുമ്പ് കിട്ടിയ സംഖ്യ അല്ലേ 176428. ഇങ്ങനെ തന്നിട്ട് തിരിച്ച് സംഖ്യ കാണാനും പറയും, സംഖ്യ തന്നിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാനും പറയും. ഈ 2 രീതിയിൽ നിങ്ങൾ എഴുതത്തില്ലേ? സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഇപ്പം ഇത് ഞാനൊന്ന് പറഞ്ഞു തന്നാണ് ഇത് എങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ മക്കളെ, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ഓക്കെ, താങ്ക് യു.